അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. എന്നാലും പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേക്ക് എൻ്റെ ഫുഡ് ഫുൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചെരുപ്പിട്ട് അങ്ങ് പോരാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, വീഡിയോ എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുമ്പോഴത്തേനും അത്യാവശ്യം ലേറ്റ് ആവും കേട്ടോ. എന്നാലും ഇന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലേറ്റ് ആയിരിക്കുന്നത്. കാരണം കുറച്ച് നേരം വൈകി എണീറ്റുള്ള ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണ്ടേ. മനസ്സിലാവാൻസോടെ ഓഫീസിലേക്ക് ഇറങ്ങാൻ കേട്ടോ. ആദ്യമൊക്കെ ഒറ്റക്ക് പോകുമ്പോൾ ആരില്ലായിരുന്നു ഗൈസ്. ആരോടൊന്നും ചിരിക്കാനൊന്നും എനിക്കറിയില്ലല്ലോ. വെറുതെ എങ്ങനെ ചിരിച്ചാൽ അവർ ചിരിക്കാൻ വട്ടാന്ന്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരായിട്ടോ. ഒന്ന് ടാറ്റാട്ടാനൊക്കെ ആരെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും എന്തായാലും. പിന്നെ അടുത്ത പരിപാടി തുടങ്ങി റോഡ് ക്രോസ് ചെയ്യാൻ കേട്ടോ. മാങ്കാവിൽ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വണ്ടികളൊക്കെ നിർത്താനില്ലാണ്ട് ഒരു ട്രാഫിക്കൊക്കെ ഉണ്ട്. ഈ സുഖം നൈസായിട്ട് ശരിക്കും റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫീസാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റിലാട്ടോ. അപ്പോൾ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേനും ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓഫീസിലെത്തി ഗൈസ്. ഇനി നെക്സ്റ്റ് പരിപാടി പഞ്ചിങ് ആണ്. പഞ്ചിങ് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് മേ ബി വെള്ളം കുടിക്കാനിരിക്കും. കാരണം ആ ക്രോസിങ്ങും ഈ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴത്തേന് ആകെപ്പാട് കുറച്ച് ക്ഷീണം ഉണ്ടാവും. അമൃത പിന്നെ നേരത്തെ വന്ന് ഉറങ്ങലാണ്. അത് പാവൻകുട്ടി ബസ്സിനൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ക്ഷീണാകുമ്പോഴത്തേക്കും ഓ പിന്നെ ഉറക്കം വരും. ഞാൻ വരുമ്പോഴാണ് ഗൈസ് അവളെ എണീക്കൽ. ആ സമയം അത്യാവശ്യമായിട്ടുള്ളൂ. നമുക്ക് വാക്കൊന്നും കൊടുക്കാൻ സമയമായിട്ടില്ല. പിന്നെ അത് ഗൈസ് ചേച്ചി വരുന്നു. അത് കഴിഞ്ഞ ശേഷം ഷിഫാന വരുന്നു. ഷിഫാന വന്നാൽ എല്ലാവരും വന്ന് അവിടെ ഒരു ഇരുത്തിയിരിക്കില്ല, കുറച്ച് റിലാക്സ് ആയിട്ട്. അതിന് ശേഷം പോവുള്ളൂ. പിന്നത്തെ പരിപാടി നാരങ്ങാട്ടോ. അത് ആരാ കൊണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഗൈസ് ബ്രൗണീൻ്റെ ഒരു കുഞ്ഞ് പീസേനും അത് അമൃത കൊണ്ടുവന്നാണ്. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുമോ, ഒന്നും ഉണ്ടാവാണ്ടിരിക്കില്ല. പിന്നെ അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ ആയിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1 മണി ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലാണ്, അതോ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടി ബാക്കിലേക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ അമൃതിൻ്റെയും ഷിഫാൻ്റെ നടുവിലായിരിക്കുക ഗൈസ്. കാരണം എനിക്ക് അവരെ നിന്ന് കൈയിട്ടാൻ അതാണ് സുഖം. അപ്പോൾ കൈയിട്ട് കഴിക്കുമ്പോഴല്ലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. ഷിഫാനേൻ്റെയും ചേച്ചീൻ്റെയും ഷൂട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ്ട് ഈ ഷാൾ ഇങ്ങനെ ഇടണോ അങ്ങനെ ഇടണോ എന്നുള്ള ഒരു പ്രത്യേക തരം ഡൗട്ടിലായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ് കുട്ടി അവിടെ നിന്ന് സെറ്റാക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പരിപാടി എടുക്കാം. അപ്പോൾ എൻ്റെ വർക്കും അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ കണ്ണാടി കേട്ടോ. എന്ത് ഷൂട്ടും പരിപാടി ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്കൊക്കെ നോക്കിയിരിക്കുന്നത്. അതിനുശേഷം ഗൈസ് പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തിരിയും കേട്ടോ. അതിനുശേഷം ഗൈസ് എനിക്ക് ഈ ചെയറിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചെയറിന് അങ്ങനെ വളഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ആടിയിരിക്കും. ഒരു പ്രത്യേക റിലാക്സേഷൻ കേട്ടോ. എന്തെങ്കിലും ഷൂട്ടും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അധികം ഒച്ചിടാൻ പറ്റില്ല കേട്ടോ. കാരണം അതിൽ പ്രത്യേകിച്ച് കേൾക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈലൻ്റായിട്ട് ഇങ്ങനെ ആ സമയത്തിരിക്കും. ഷിഫാന ഗൈസ് ഷൂട്ടിലാണ്. ആ ഒരു ടെൻഷൻ ഇപ്പോൾ ഫേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിഫാനൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ ചേച്ചീൻ്റെ എന്തൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ കേട്ടോ നമ്മളൊരു ചെറിയ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇപ്പോൾ ലിപ്സ്റ്റിക് ഇതുവരെ ലിപ്സ്റ്റിക് കിട്ടിയില്ലേന്. ഇപ്പോഴാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് വന്നത്. എന്തെങ്കിലും ഷൂട്ടും കാര്യം ഉണ്ടാകുമ്പോഴേക്കും ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കേട്ടോ. എന്നിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം ഞങ്ങൾ തെറ്റിക്കുന്നു രണ്ടാളും. ഞാനാണ് മെയിൻ തെറ്റിക്കണം എൻ്റെ ഉസ്താദ്. കാരണം ഞാൻ വീണ്ടും തെറ്റിക്കും, വീണ്ടും വരും അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏതായാലും റിംഗ് ലൈറ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഗൈസ് ഇത് റീലിനായിരുന്നു, പക്ഷേ ഇത് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് എൻ്റെ പഞ്ചിങ്ങാണ് ഗൈസ്. ഇവിടെ നിന്നാൽ മതിയോ പോകണ്ടേ. അങ്ങനെയാണ് ഞാൻ മാക്സിലേക്ക് പോകുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ബാഗ് കണ്ടുവച്ചിരുന്നു കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അവിടേക്ക് പോവുകയാണ്. ഒരു നൈസ് ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെയിറ്റ് ഇല്ലാത്ത അങ്ങനെ സഞ്ചി പോലത്തെ ബാഗ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറഞ്ഞ കോസ്റ്റും ഉള്ളതിന്. അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ. അങ്ങനെ ഗൈസ് അവിടെ ഉണ്ടോയെന്നറിയില്ല, പോയൊക്കെ എന്തായാലും. അപ്പോഴാണ് അത്യാവശ്യം നമ്മുടെ സുഡിയോൻ്റെ പോലെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാക്സിൽ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ അധികമുണ്ട്. മീൻസ് ഇങ്ങനെ കുഞ്ഞ് റിബൺസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ സുഡിയോത്തെ പോലെ തന്നെ ഒരു പ്രൈസിൽ, പക്ഷേ സുഡിയോനൊക്കെയും കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഓഫറുണ്ട്. ഇതാണ് ഗൈസ് ആ ബാഗ്. കണ്ട ഒരു ജൂട്ടിൻ്റെ ഒരു തുണിയാണ്. അത്യാവശ്യം കുറഞ്ഞ റേറ്റുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യാരി ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഭയങ്കര വെയിറ്റ് കുറവാണ് ആൾ. ഇത് ഞാൻ നോക്കി, പക്ഷേ ഇത് വലുതാണ്. മീൻസ് ഒരു ഓഫീസിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് അത് പിന്നെ വല്ലാണ്ട് ഇഷ്ടമായില്ല. അങ്ങനെ ഗൈസ് അങ്ങനെ. പക്ഷെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ജാനുവരി ആയിട്ട് തോന്നുന്നു കുറേ സെയിലുണ്ട്. നല്ല സെയിലുമുണ്ട്. മാത്രമല്ല നല്ല ഓഫറുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഗൈസ് പോയത്. അവിടെ നിന്ന് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോയാബീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തി ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.